Assalamu alaikum wa rahmatullah. Welcome back to my channel. Let's learn together. Marhaban bikum ya ahibbai. Kaifal hal? എല്ലാവർക്കും സുഖമല്ലേ? എങ്കിൽ നമുക്കിന്ന് പുതിയ പാഠം പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയല്ലേ? ഇന്ന് നമ്മൾ 4th യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. 4th യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ? ഹയ്യ നബ്ദ. الوحدة الرابعة الطير الحنون. الوحدة الرابعة എന്ന് വെച്ചാൽ 4th യൂണിറ്റ്. الطير الحنون അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ഏതൊക്കെ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്നാമത്തെ പാഠം അന മഅക, 2 അമാമ തജ്വീഫി, 3 യാ ഹബീബി. 3 പാഠങ്ങളാണല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് നോക്കാം ഒന്നാമത്തെ പാഠം എന്താണെന്ന്. പാഠത്തിന്റെ പേരെല്ലാവരും വായിച്ചേ. അന മഅക. അന മഅക എന്ന് വെച്ചാൽ എന്താണ്? അന ഞാൻ, മഅക നിന്നോടൊപ്പമുണ്ട്. എന്താണ് നിങ്ങളെല്ലാവരും ഈ ചിത്രത്തിൽ കാണുന്നത്? വലിയൊരു മരമാണല്ലേ? മരത്തിൽ ആരോ ഒന്ന് എത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? അവിടെ നിന്ന് ആരോ എത്തി നോക്കിയിട്ട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ആരാണ് ആ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പക്ഷിയാണല്ലേ. നമുക്ക് നോക്കാം അവൻ എന്താണ് പറയുന്നതെന്ന്. യാ ഹബീബി, യാ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവനെ. അന ഫി ഇന്തിളാരിക, അന ഞാൻ, ഫി ഇന്തിളാരിക ഐ ആം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്. എന്തിനാണ് കാത്തു നിൽക്കുന്നത്? അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. നല്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ടല്ലേ? ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിശക്തമായ കാറ്റാണ്. മരങ്ങളൊക്കെ ആടി ഉലയുന്നുണ്ട്. എങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം. ഹബ്ബത്തി റീഹു മാലത്തിൽ അഷ്ജാറു നസലൽ മതറു. ഹബ്ബത്തി റീഹു, കാറ്റ് ശക്തമായി വീശി. റീഹ് എന്ന് വെച്ചാൽ കാറ്റ്. മാലത്തിൽ അഷ്ജാറു, ഷജറത്തിന് എന്തായിരുന്നു? ഷജറത്തിന് എന്ന് വെച്ചാൽ മരം. അഷ്ജാർ മരങ്ങൾ. മാലത്തിൽ അഷ്ജാറു, ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ. മരങ്ങളൊക്കെ ചെരിഞ്ഞു പോയി. നസലൽ മതറു, മഴ പെയ്തു. ഭയങ്കര ശക്തമായ സാഹചര്യമാണല്ലേ? അതികഠിനമാണ്. എന്നിട്ട് എന്തു പറ്റി? സഖതത് ഷജറത്തുൻ ഫസഖതത് മഅഹ ബൂഖീറുൻ. സഖതത് ഷജറത്തുൻ, മരം വീണു. ഫസഖത മഅഹ ബൂഖീറുൻ, അതോടൊപ്പം തന്നെ ബൂഖീർ എന്ന് വെച്ചാൽ വേഴാമ്പൽ, ഒരു വേഴാമ്പലും വീണു. ബൂഖീർ എന്ന് വെച്ചാൽ വേഴാമ്പൽ. ഇതാണ് വേഴാമ്പൽ. നമ്മുടെ കേരളത്തിന്റെ പക്ഷി ആരാണ്? വേഴാമ്പലാണല്ലേ. നമ്മുടെ സംസ്ഥാന പക്ഷി വേഴാമ്പലാണ്. എല്ലാവരും ഈ പക്ഷിയെ മുൻപൊക്കെ ചിത്രത്തിലൊക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ? അങ്ങനെ ഈ വേഴാമ്പല് മരക്കൊമ്പിൽ നിന്ന് വീണു പോയിട്ടുണ്ടല്ലേ? ആ മരക്കൊമ്പിൽ കൂട് കൂട്ടിയതായിരുന്നു ബൂഖീറുൻ. അങ്ങനെ മരം വീണപ്പോൾ വീണു പോയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? നമുക്ക് നോക്കാം. അങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അസ്റാ ഖുറാബുൻ ഇലൈഹി. ഖുറാബ് ആരാണ്? കാക്ക. കാക്ക പറന്നോടി വന്നു. ആരുടെ അടുത്തേക്ക്? ബൂഖീറിന്റെ അടുത്തേക്ക്. ബൂഖീർ താഴെ വീണ് കിടക്കുകയാണല്ലേ. അസ്റാ ഖുറാബുൻ ഇലൈഹി, കാക്ക അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, മാദാ ഹദസ, എന്തു പറ്റി? അന്നേരം എന്താണ് പറയുന്നത്? ദഅൽ ഖുറാബു അസ്തിഖാഅഹു. ദഅൽ ഖുറാബു, കാക്ക വിളിച്ചു. ആരെയാണ് വിളിക്കുന്നത്? അസ്തിഖാഅഹു, അവന്റെ കൂട്ടുകാരനായ ബൂഖീറിനെ കാക്ക വിളിക്കുകയാണല്ലേ. ഖുറാബുൻ ബൂഖീറിനെ വിളിക്കുകയാണ്. എന്നിട്ടോ അൻഖദൽ ഖിർബാനുൽ ബൂഖീറ, അങ്ങനെ കാക്കകൾ വന്ന് ബൂഖീറിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണല്ലേ. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ കാക്കകൾ ഓടി വന്ന് അവയെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ കാക്കകൾ ബൂഖീറിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്ന്. ബൂഖീർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഖുറാബിന്റെ കൂട്ടിലാണല്ലേ. ഫവസലൽ ബൂഖീറു ഇലാ ഉശ്ശിൽ ഖുറാബി സാലിമൻ, അങ്ങനെ വളരെ സമാധാനത്തോടുകൂടി സുരക്ഷിതനായി ബൂഖീർ ഖുറാബിന്റെ കൂട്ടിലെത്തിയിട്ടുണ്ട്. ഓഷ് എന്ന് വെച്ചാൽ കൂടാണ്. ഇപ്പോൾ ഖുറാബിന്റെ കൂട്ടിലാണല്ലേ ബൂഖീർ താമസിക്കുന്നത്.
ബൂക്കീർ ആകെ ഭയന്നു പോയിട്ടുണ്ടാകുമല്ലേ അങ്ങനെ ഒരു അവസരത്തിൽ. അന്നേരം ഖുറാബ് എന്താണ് പറയുന്നത്? ലാ തഹ്സൻ അന മഅക, ലാ തഹ്സൻ നീ ഒട്ടും വിഷമിക്കേണ്ട, അന മഅക ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഇതാണല്ലേ നമ്മൾ ഹെഡിങ്ങിൽ പഠിച്ചത്, അന മഅക ഞാൻ നിന്നോടൊപ്പമുണ്ട്. അങ്ങനെ ഖുറാബ് ബൂഖീറിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. അന്നേരം അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ലാ തഹ്സൻ അന മഅക, ഡോണ്ട് വറി ഐ ആം വിത്ത് യു. അന്നേരം ബൂഖീർ എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? അൽഹംദുലില്ലാ ഉസ്രതി, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണല്ലേ. നമ്മളെങ്ങനെയാണ് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ നമുക്ക് എന്തെങ്കിലും സമാധാനം ലഭിച്ചാലോ നമ്മൾ ആരെയാണ് ആദ്യം സ്തുതിക്കാറ്? അൽഹംദുലില്ലാ എന്നാണല്ലേ പറയാറ്. പിന്നെ ബൂഖീർ എന്താണ് ചോദിക്കുന്നത്? ഉസ്രതി, അവൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അവൻ ചോദിക്കുകയാണ് എൻ്റെ കുടുംബം, ബാക്കിയുള്ളവരൊക്കെ എവിടെ? നഖ്റഉ വനുലാഹിദു, നമുക്ക് വായിക്കാം, നമുക്ക് നോക്കാം. സഖത്തൽ ഉസ്നു, സഖത്തൽ ഉസ്നു എന്ന് വെച്ചാൽ ഒരു കൊമ്പ് വീണു. അലർ റിജില്, ആരുടെ മേലെ വീണത്? അലർ റിജില്, ബൂഖീറിന്റെ കാലിന്മേലാണ്. സ്വാഹൽ ബൂഖീറു, അന്നേരം ബൂഖീർ കരഞ്ഞു അല്ലേ. ഇവിടെ നോക്കിക്കേ, സഖത്തൽ ഉസ്നു, ആദ്യത്തെ അൽ ഉസ്നു എന്നതിൻ്റെ ലാമ് നമ്മൾ വായിച്ചല്ലേ. പക്ഷെ രണ്ടാമത്തേതിലോ അലർ റിജിലി, അവിടെ നമ്മൾ ലാമ് വായിച്ചോ? ഇല്ലല്ലേ. ഇനി മൂന്നാമത്തെ വാക്ക് നോക്കിക്കേ, സ്വാഹൽ ബൂഖീറു, ഇവിടെ നമ്മൾ ലാമ് വായിച്ചു. എന്തുകൊണ്ടാണ് ചില ലാമുകൾ മാത്രം വായിക്കുന്നതും ചിലത് വായിക്കാതിരിക്കുന്നതും? എന്തോ കാര്യമായി ഉണ്ടാകുമല്ലേ. എങ്കിൽ നമുക്ക് അതൊന്ന് പഠിക്കാം. ഇവിടെ നിങ്ങൾ കണ്ടോ അല്ലാമു ഷംസിയ, അതായത് സൺ ലെറ്റേഴ്സ്. സൺ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ള ഇത്രയും ആൽഫബറ്റ്സ് അലിഫ് ലാമിൻ്റെ കൂടെ വന്ന നമ്മൾ ആ ലാമിനെ വായിക്കില്ല. പകരം എന്തു ചെയ്യും? തൊട്ടടുത്ത് വരുന്ന അക്ഷരത്തെ കട്ടികൂട്ടി വായിക്കും. അഷംസ് എന്ന വാക്ക് തന്നെ എടുത്തേ. അഷംസ് എന്ന വാക്കിൽ ലാമുണ്ടല്ലേ, പക്ഷെ നമ്മൾ വായിച്ചോ? ഇല്ല. അതുപോലെ നമ്മൾ ലാമിനെ വായിക്കാതെ വായിക്കുന്ന അക്ഷരങ്ങളെയാണ് ലാമു ഷംസിയ എന്ന് പറയുക, അല്ലെങ്കിൽ ഹുറൂഫു ഷംസിയ എന്നും പറയും. സൺ ലെറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക, സൂര്യൻ്റെ അക്ഷരങ്ങൾ. ഇനി നൂൻ എടുത്തിട്ട് നോക്കിക്കേ, അന്നൂർ, അവിടെ നമ്മൾ ലാമിനെ വായിച്ചോ? ഇല്ലല്ലേ. പിന്നെ അത്തുയൂർ, ത്വാ വന്നല്ലേ, ത്വാഇൻ്റെ ലാമിനെ നമ്മൾ വായിച്ചോ? ഇല്ല. ഇങ്ങനെ നമ്മൾ ലാമിനെ വായിക്കാതെ വായിക്കുന്ന, ലാമിനെ സൈലൻ്റ് ആക്കിയിട്ട് വായിക്കുന്ന അക്ഷരങ്ങളെയാണ് ഹുറൂഫു ഷംസിയ എന്ന് പറയുക. അടുത്തത് നോക്കിക്കേ, ലാമുൽ ഖമരിയ. ഖമരിയ എന്ന് വെച്ചാൽ നമ്മളിവിടെ ലാമിനെ വായിക്കും. അൽ, അൽ എന്ന് നമ്മൾ കൃത്യമായി വായിക്കും. അൽ മൗസ്, അൽ ബിന്ത്, അൽ വലദ്, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ലാമിനെ വായിക്കും. ഇത്രയും അക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്തായിരിക്കും? ആ വാക്കിലൊക്കെ നമ്മൾ ലാമിനെ വായിക്കും. ലാമ് കഴിഞ്ഞ് ഇത്രയും അക്ഷരങ്ങൾ കൊണ്ടാണ് വാക്ക് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അവിടെ ലാമിനെ വായിക്കും. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നഖ്റഉ നസ്സ വനഖ്താറു കലിമാത്തിൽ മബ്ദൂഅതി ബി അലിഫ് ലാം വനമയ്യിസ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് അലിഫ് ലാം കൊണ്ട് തുടങ്ങുന്ന വാക്കുകളെ ഈ 2 കോളത്തിലേക്കാക്കാനാണ്. ലാമിന് സുക്കൂന് വരുന്ന വാക്കുകളെ ഒരു കോളത്തിനും, ലാമ് വായിക്കാതെ സുക്കൂനൊന്നുമില്ലാതെ വരുന്ന ലാമിനെ ഒരു കോളത്തിലുമാക്കിയിട്ട് എഴുതാം. ഉദാഹരണം നോക്കിക്കേ, അലോഴ്സുൻ. അലോഴ്സുൻ എന്ന വാക്കിൽ നമ്മൾ ലാമ് വായിച്ചല്ലേ. അപ്പം ഇത് ഏതാണ്? ഹുറൂഫുൽ ഖമരിയ ആണോ ഷംസിയാണോ? ഹുറൂഫുൽ ഖമരിയ. ഇനി അടുത്തത് നോക്കിക്കേ, ലാമ് വായിക്കാതെയാണല്ലേ എഴുതിയത് അരിജിൽ. ഇവിടെ നമ്മൾ ലാമിനെ വായിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പം നമ്മൾ എന്താണ് പറയുക? ഹുറൂഫു ഷംസ്. ലാമ് വായിക്കാത്തത് ഹുറൂഫു ഷംസും ലാമ് വായിക്കുന്നത് ഹുറൂഫുൽ ഖമരി. ഇവിടെ നോക്കിക്കേ, ഹബ്ബത്തിർ റീഹു. അരീഹു എന്ന വാക്കിൽ നമ്മൾ ലാമിനെ വായിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പം നമ്മൾ ലാമിനെ വായിക്കാതെ എഴുതിയ ഭാഗത്തേക്ക് ഇതൊന്ന് എടുത്ത് എഴുതിക്കേ. ഇനി അടുത്ത വാക്ക് അൽ അഷ്ജാറു, അൽ മത്തോറു. ഈ 2 വാക്കിലും നമ്മൾ ലാമിനെ വായിക്കുന്നുണ്ടല്ലേ.
അപ്പോൾ ഈ രണ്ട് വാക്കും നമ്മൾ ലാമ് വായിക്കുന്ന ഫസ്റ്റ് ഭാഗത്തേക്ക് എടുത്ത് എഴുതിക്കേ. ഇനി ഇവിടെ നോക്കിക്കേ, അൽ ഖുറാബു. ഖുറാബ് എന്ന വാക്ക് ഏത് കോളത്തിലാണ് വരിക? ലാമുൽ ഖമരിയയിലാണ്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ലാമിനെ വായിക്കുന്നുണ്ടല്ലേ. ഇവിടെ നോക്കിക്കേ, അൽ ബുഖീർ. അൽ ബുഖീർ എന്നതിന്റെ ലാമ് നമ്മൾ വായിക്കുന്നില്ലേ? അപ്പൊ ഇതിലാണ് വരിക ലാമുൽ ഖമരിയ. അൽ ഖുറാബ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ആ കോളത്തിലേക്ക് എല്ലാം ഒന്ന് എടുത്ത് എഴുതി നോക്കിയാലോ. ലാമ് വായിക്കുന്നതും ലാമ് വായിക്കാത്തതും. ലാമ് വായിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഹുറൂഫുൽ ഖമരിയ എന്ന് പറയും. ലാമ് വായിക്കാത്തതാണെങ്കിൽ ഹുറൂഫു ഷംസിയ എന്നും പറയും. ഇനി എല്ലാവരും ഒന്ന് രണ്ട് കോളവും വായിച്ചേ. അൽ ഉസ്ൻ, അൽ ഖുറാബ്, അൽ അഷ്ജാർ, അൽ മത്തർ, അൽ ബുഖീർ. ഇവിടെ എല്ലാം നമ്മൾ ലാമിനെ വായിച്ചല്ലേ. അപ്പൊ ഇതാണ് ഹുറൂഫുൽ ഖമരിയ. ഇനിയോ അടുത്ത കോളം നോക്കിക്കേ, അരീഹ്. അരീഹ് എന്ന് വായിക്കുമ്പോൾ നമ്മൾ ലാമിനെ വായിക്കുന്നുണ്ടോ? ഇല്ലല്ലേ, ലാം സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ വായിക്കുക? അരീഹ്. ഇതാണ് ലാമു ഷംസിയ, ഹുറൂഫു ഷംസിയ. സൺ ലെറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ. നുമയ്യിസുൽ ഹുറൂഫുൽ ഖമരിയ വശംസിയ. ഇപ്പം നമ്മൾ ഹുറൂഫുൽ ഖമരിയയും ഷംസിയയും പഠിച്ചല്ലേ. ഇനി ഹുറൂഫു ഷംസിയയുടെയും ഖമരിയയുടെയും അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതാനാണ്. ഇത്രയും അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഖമരിയ. ഏതൊക്കെയാണ്? അലിഫ്, ഹ, ഖ, ഹ, ജീം, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, വാവ്, കാഫ്, യ, ബ, മീം. ഇത്രയും ആൽഫബറ്റ്സ് ഹുറൂഫുൽ ഖമരിയാണ്. അപ്പൊ ഇത്രയും ആൽഫബറ്റ്സിന് മുന്നേ അലിഫും ലാമും വന്നാൽ നമ്മൾ ലാമിനെ അൽ എന്ന് കൃത്യമായി വായിക്കും. എങ്കിൽ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ആ ഹുറൂഫുൽ ഖമരിയയുടെ കോളത്തിലേക്ക് എടുത്ത് എഴുതിക്കേ. എല്ലാവരും എഴുതിയോ? നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്കിനി ഹുറൂഫു ഷംസിയയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഹുറൂഫു ഷംസിയ ആകുമ്പോൾ നമ്മൾ ആ ലാമിനെ വായിക്കില്ലല്ലേ. ലാമിനെ വായിക്കാതെ തൊട്ടടുത്തുള്ള അക്ഷരത്തിന് കട്ടി കൂട്ടി വായിക്കുകയാണ് ചെയ്യാറ്. എങ്കിൽ ഹുറൂഫു ഷംസിയയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ ഇവിടേക്ക് എഴുതിക്കേ. ഹുറൂഫു ഷംസിയയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വായിച്ചാലോ. റാ, സൽ, ളാദ്, സ്വാദ്, ത, ദാൽ, ദാൽ, സ, സീൻ, ഷീൻ, ഫ, ള, ലാം, നൂൻ. ഇത്രയും അക്ഷരങ്ങളാണ് ഹുറൂഫു ഷംസിയക്കുള്ളത്. ഹുറൂഫു ഷംസിയക്കും ഹുറൂഫുൽ ഖമരിയക്കും 14 അക്ഷരങ്ങളാണ് ഉള്ളത്. 14 28 അക്ഷരങ്ങളാണ് ടോട്ടൽ. എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? എങ്കിൽ എല്ലാവരും ടെക്സ്റ്റിലേക്ക് ഈ അക്ഷരങ്ങളൊക്കെ നോക്കി എഴുതിയെടുത്തേ. ഇത് ഹുറൂഫു ഷംസിയയുടെ അക്ഷരങ്ങളാണ്. ലാമു ഷംസിയ. ഷംസിയ ആകുമ്പോൾ നമ്മൾ ലാമിനെ വായിക്കുമോ? ഇല്ലല്ലേ. ലാമിനെ വായിക്കാതെയാണ് നമ്മൾ അടുത്ത അക്ഷരമാണ് വായിക്കാറ്. ഇനി നമുക്കിവിടെ നൽകിയ കുറച്ച് അക്ഷരങ്ങൾ വായിച്ചാലോ. നഖ്റഉ, നമുക്ക് വായിക്കാം. സല്ലത്തുൻ, ജന്നത്തുൻ, ബത്വത്തുൻ, മുഅല്ലിമുൻ, ബിത്വീഖുൻ, മുദർരിബുൻ, ഉമ്മുൻ, ഖിത്തുൻ, ദുബ്ബുൻ, അശ്ശംസുൻ, അറുമ്മാനുൻ, അസ്സഹറത്തു. എല്ലാവരും ഈ വാക്കുകളൊക്കെ വായിച്ചു പഠിക്കണേ. ഈ വാക്കുകളൊക്കെ നമ്മൾ എന്തിനാണ് വായിച്ചത്? ഈ എല്ലാ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചേ. എല്ലാ വാക്കിന്റെ മേലെയും ഒരു ചുവന്ന നിറമുണ്ടല്ലേ. ചുവന്ന നിറത്തിലൊരു W സൈൻ ഇട്ടത് എന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്രദ്ധ. ഇങ്ങനെ ശ്രദ്ധ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കാറ്? ആ അക്ഷരത്തെ ഒന്നുകൂടി കട്ടി കൂട്ടി വായിക്കണം. നമ്മൾ ആ വാക്കിനെ ഒന്ന് കട്ടി കൂട്ടി വേണം വായിക്കാൻ. എല്ലാവരും ഇനി അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇവിടെ ഈ വേർഡ് നോക്കിക്കേ, നുലവ്വിനു. ആ വാവ് നമ്മൾ നന്നായി സ്ട്രെസ് ചെയ്തിട്ടല്ലേ പറയുന്നത്. അതുപോലെ താഴെ നോക്കിക്കേ. ഇനി ആ നുലവ്വിനു എന്നുള്ള ഷദ്ദിന് എല്ലാവരും കളർ കൊടുക്കണേ. നുറാജിഉൻ നസ്സ വനഖ്താറു കലിമാത്തിൻ ഫീഹാ ഷദ്ദിൻ. ഷദ്ദുള്ള വാക്കുകളൊക്കെ ഒന്ന് ടെക്സ്റ്റിന്ന് കണ്ടെത്തി ഇവിടേക്ക് എഴുതിക്കേ. നമ്മൾ വായിച്ചല്ലേ അരീഹ്, അരിജിൽ. ആ രണ്ട് വാക്കുകളും എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിക്കേ. രണ്ട് വാക്കിന്മേലും ഷദ്ദുണ്ടല്ലേ. ഷദ്ദുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നഖ്റഉ. അടുത്തത് നോക്കിക്കേ, നമുക്ക് വായിക്കാം. ഇവിടെ ചുവന്ന നിറത്തിൽ നൽകിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ത്വാ, ളാ. ഈ ത്വായും വായും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ത്വയ്ഫുലുൻ, മത്വറുൻ,
മുഷ്തുൻ ഖയ്യാത്തുൻ ളുഫ്റുൻ അലമുൻ ലഫ്ലുൻ ഹുഫാലുൻ. ഇത്രയും വാക്കുകൾ എല്ലാവരും ഒന്ന് വായിച്ചു പഠിച്ചേ. എന്നിട്ട് അതിനുശേഷമുള്ള ത്വാക്ക് എല്ലാവരും കളർ കൊടുക്കണം. ത്വാ നുലവിനു, നുലവിനു എന്ന് വെച്ചാൽ നമുക്ക് കളർ കൊടുക്കാം. എങ്കിൽ ത്വാക്ക് എല്ലാവരും കളർ കൊടുത്തേ. ഇനി അത് കഴിഞ്ഞ് അവസാനത്തെ വർക്ക് എന്താണ്? നസ്ലുൽ ഹുറൂഫ, അക്ഷരങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. ഇവിടെ അക്ഷരങ്ങളൊക്കെ വേറെ വേറെയാണല്ലേ നൽകിയത്. ഇനി നമ്മൾ വേണം അതിനെ യോജിപ്പിക്കാൻ. ലവിയുൻ, ബത്തുലുൻ, ലഫ്ലുൻ, ഷർത്തുൻ. ഇനി നമ്മൾ അതിനിടയ്ക്ക് വിട്ടുപോയ ഒരു പേജ് ഇവിടെ ചേർക്കാണ് കേട്ടോ. നഖ്റഉ ബിൽ അലിഫ്, അലിഫ് ലാം വെച്ച് ഈ വാക്കുകളൊക്കെ ഒന്ന് വായിക്കാനാണ്. ഫറാഷത്തുൻ, റീഷുൻ, സാഅത്തുൻ, കിതാബുൻ. ഇങ്ങനെയാണല്ലേ വാക്കുകൾ. ഇനി നമുക്ക് ഇവയ്ക്കൊന്ന് അലിഫ് ലാം ചേർത്തൊന്ന് വായിച്ചു നോക്കിയാലോ. ഫറാഷത്തുൻ, അൽ ഫറാഷത്തുൻ, റീഷത്തുൻ, അർ റീഷത്തുൻ, സാഅത്തുൻ, അസ്സാഅത്തുൻ, കിതാബുൻ, അൽ കിതാബുൻ, ഷംസുൻ, അഷംസുൻ, ഖലമുൻ, അൽ ഖലമുൻ, ദീകുൻ, അദ്ദീകുൻ, വലതുൻ, അൽ വലതുൻ, തുഫാഹുൻ, അത്തുഫാഹുൻ, റുമ്മാനുൻ, അർ റുമ്മാനുൻ. ഇതുപോലെ ചേഞ്ച് വരും. ഇവിടെ എല്ലാ ലാമിനെയും നമ്മൾ വായിച്ചോ? എല്ലാ വാക്കിലും നമ്മൾ അൽ അൽ എന്നാണ് വായിച്ചത് അല്ലല്ലേ? ചിലതൊക്കെ നമ്മൾ അരീഷത്തുൻ, അസ്സാത്തുൻ അങ്ങനെയാണ് വായിച്ചത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഗ്രീൻ കളറിൽ കൊടുത്തതൊക്കെ ഹുറൂഫുൽ ഖമരിയാണ്. യെല്ലോ കളേഴ്സിൽ കൊടുക്കുന്നതൊക്കെ ഹുറൂഫു ഷംസിയാണ്. അൽ അൽ എന്ന് വരുന്ന സുക്കൂനുള്ളതെല്ലാം ലാമുൽ ഖമരിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ആദ്യം അതിനൊന്ന് കളർ കൊടുത്തേ. ശേഷം മദ് നമ്മൾ പഠിച്ചില്ലേ, മദ് വരുന്ന അക്ഷരങ്ങളൊക്കെ ഉള്ളത് ലാമു ഷംസിയാണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് മദ് വരുന്ന അക്ഷരങ്ങൾ? ചിത്രത്തിൽ കാണുന്നത് പോലെ എല്ലാവരും ഒന്ന് കളർ കൊടുത്തേ. നിങ്ങൾ കണ്ടെത്തി വേണം കളർ കൊടുക്കാൻ. അതല്ലാത്ത എല്ലാ വാക്കുകളും ഹുറൂഫുൽ ഖമരിയാണ്. അപ്പോൾ ഗ്രീൻ കളേഴ്സാണ് മറ്റുള്ള അക്ഷരങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? അൽ അൽ എന്ന് നമ്മൾ വായിക്കുന്നത് ലാമുൽ ഖമരിയ. ഇനി ലാമു വായിക്കാത്തത് ലാമു ഷംസിയ. നേരത്തെ നമ്മൾ ഗ്രീൻ കളറും യെല്ലോ കളറും കൊടുത്ത ആ വേർഡ്സിനെ നമ്മൾ ഇനി 2 കോളത്തിലേക്ക് എടുത്തെഴുതണം. നക്തുബുൽ കലിമാത്ത് കമാ ഫിൽ മിസാൽ. നമ്മൾ ഗ്രീൻ കളർ കൊടുത്ത എല്ലാ വേർഡ്സിനെയും അൽ എന്ന് എഴുതിയ ഭാഗത്തേക്ക് എടുത്തെഴുതിക്കേ. ഇനി യെല്ലോ കളർ കൊടുത്ത എല്ലാ വേർഡ്സിനെയും ഈ യെല്ലോ കളർ വന്ന അലിഫ് ലാം സുക്കൂൻ ഇല്ലാതെ വന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവരും എടുത്തെഴുതണം. ഇത് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. See you on next video.